കൂട്ടുകാർ ഒരു കുറുക്കന്റെ കഥ തീർച്ചയായും കേട്ട് കാണും. മുന്തിരിക്കുലയ്ക്ക് വേണ്ടി ചാടി മുന്തിരിക്കൊല കിട്ടാതെ പോയ കുറുക്കന്റെ കഥ. മുന്തിരിക്കൊല കിട്ടാതെ തിരിച്ചുപോയ കുറുക്കൻ പിന്നീട് മുന്തിരിക്കൊല കിട്ടാൻ എന്തൊക്കെ വിദ്യകളാണ് ചെയ്തതെന്ന് നമുക്ക് കേൾക്കാം. ഇന്നത്തെ കഥ വീണ്ടും കുറുക്കൻ കഥ കേൾക്കാം. കാതികയിലേക്ക് സ്വാഗതം. പലതവണ ഉയർന്നു ചാടിയിട്ടും അടുത്തു പോലും എത്താൻ സാധിക്കാതെ എത്തപ്പോൾ ഉയരത്തിൽ നിന്നിരുന്ന ആ മുന്തിരിക്കുല പുളിക്കും എന്ന് പറഞ്ഞു നടന്ന ഇങ്ങിയ കുറുക്കൻ തന്റെ മാളത്തിലിരുന്ന് കുറേ നേരം ചിന്തിച്ചു. എങ്ങനെയെങ്കിലും ആ മുന്തിരിക്കുല കയ്യിലാക്കണം. അന്ന് എത്ര നേരം ഞാൻ ചാടി, എന്നിട്ടും എനിക്ക് മുന്തിരിക്കുല കിട്ടിയില്ല. അതിനുള്ള സൂത്രം അവൻ തലപുകഞ്ഞ് ആലോചിച്ചു. അവസാനം ഒരു മാർഗം കണ്ടുപിടിച്ചു. അവൻ സാവധാനം എഴുന്നേറ്റ് നടന്നു. കാട്ടിൽ ഒരാന നിൽക്കുന്നത് കണ്ടു. ആ ആന മണ്ണ് കുത്തിമറിച്ച് തന്റെ ദേഹത്തെല്ലാം വാരിയിടുകയായിരുന്നു. അവനത് ദൂരെ നിന്ന് ശ്രദ്ധിച്ചു നോക്കി. കുറുക്കൻ പയ്യെ ആനയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ മണ്ണ് വാരിയിട്ട് നിന്നാൽ മതിയോ ആനക്കുട്ട? വല്ലതും കഴിക്കണ്ടേ? നല്ല സാധനങ്ങളൊക്കെ തിന്നിട്ട് കാലം തന്നെ മറന്നു. ആന പറഞ്ഞു. അകലെ കാട്ടിന്റെ അപ്പുറത്ത് കരിമ്പിൻ തോട്ടമുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം, കൗശലക്കാരനായ കുറുക്കൻ പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഒരു കാര്യമുണ്ട്. ചേട്ടൻ എന്നെ പുറത്ത് കയറ്റി വേണം കൊണ്ടുപോകാൻ എന്ന് കുറുക്കൻ ആനയോട് പറഞ്ഞു. ആന കുറുക്കനെ എടുത്ത് പുറത്തിരുത്തി. എന്നിട്ട് പയ്യെ നടന്നു തുടങ്ങി. മുന്തിരിക്കുല നിൽക്കുന്ന വഴിയിലൂടെയായിരുന്നു കുറുക്കൻ ആനയെ നയിച്ചത്. മുന്തിരിക്കുലയുടെ അടുത്തെത്തിയപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഒന്ന് നിൽക്കണേ, നല്ല പഴുത്ത മുന്തിരിക്കുല, ഞാനൊന്ന് പറിച്ചോട്ടെ. വേഗം വേണം, ആന പറഞ്ഞു. ആനയുടെ ക്ഷമ കെടുകയായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് കരിമ്പ് തോട്ടത്തിൽ കരിമ്പ് കഴിക്കാനായിരുന്നു ആനയ്ക്ക് ധൃതി. കുറുക്കൻ മുന്തിരിക്കുല കടിച്ചു പറിച്ചു. ആനപ്പുറത്തിരുന്ന് തിന്നു തുടങ്ങി. എടോ, തോട്ടം കാണുന്നില്ലല്ലോ, ആന പറഞ്ഞു. ആ കാണുന്ന പുഴയുടെ അരികിലാണ് കരിമ്പിൻ തോട്ടം. ധൈര്യമായി പുഴയിലേക്ക് ഇറങ്ങിക്കൂ, സൂത്രക്കാരനായ നമ്മുടെ കുറുക്കൻ പറഞ്ഞു. ആന പുഴയിലേക്ക് ഇറങ്ങി. വെള്ളം കുറഞ്ഞ ഭാഗത്ത് ചെല്ലുമ്പോൾ നീന്തി രക്ഷപ്പെടാനായിരുന്നു കുറുക്കന്റെ പ്ലാൻ. കുറുക്കൻ കരുതിയത്. വെള്ളം കുറഞ്ഞ ഭാഗം വന്നപ്പോൾ കുറുക്കൻ പതുക്കെ വെള്ളത്തിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടാൻ നോക്കി. അപ്പോ നമ്മുടെ ആനക്കൂട്ടന് മനസ്സിലായി. ആന കുറുക്കനെ തുമ്പിക്കൈയിലെടുത്ത് നദിയിലേക്ക് അകത്തേക്ക് എറിഞ്ഞു. എടാ, നീ എന്നെ പറ്റിക്കാന്ന് കരുതി അല്ലേ എന്ന് ആന കുറുക്കനോട് പറഞ്ഞു. വെള്ളം കുടിച്ച് വയറ് വീർത്ത് കുറുക്കൻ ഒരുവിധം കരപറ്റി. എന്റെ പൊന്ന് ചേട്ടാ, രക്ഷിക്കണേ, എനിക്ക് വഴിതെറ്റിപ്പോയതാ, കുറുക്കൻ പറഞ്ഞു. നീ ഒന്നും പറയണ്ട, നീ സൂത്രക്കാരനെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. കരിമ്പിത്തോട്ടത്തിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. നീ ആ മുന്തിരി പറിക്കാനല്ലടാ എന്റെ പുറത്ത് കയറിയിരുന്ന്. നിന്നെ ഞാൻ അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ആന കുറുക്കനെ വീണ്ടും പൊക്കിയെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. വെള്ളം കുടിച്ച് കുടിച്ച് ആ പാവം കുറുക്കൻ മുങ്ങി മരിച്ചുപോയി. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? പഴയ കഥ ഒന്ന് നീട്ടി പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും അടുത്ത കഥയുമായി കാതിക ഉടനെത്തും. നന്ദി, നമസ്കാരം.